ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പെൻസിലും പേനയും കളഞ്ഞുപോയെന്ന് പറയുന്ന ലാഘവത്തോടെയാണല്ലോ നീ പണം കളഞ്ഞുപോയെന്ന് പറയുന്നത്. വിഷ്ണു, നീ എന്നോട് ഒത്തിരി കള്ളങ്ങൾ പറയുന്നുണ്ട്. വിഷ്ണു, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. നിന്റെ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിവുള്ളവളാ ഈ അമ്മ. അത് നീ ഓർത്തോണ്ട് വേണം ഓരോ കൂട്ടങ്ങളും ചെയ്തൊപ്പിക്കാൻ. എടാ, എന്നോട് ദേഷ്യപ്പെട്ടാൻ ഞാൻ സഹിക്കും, പക്ഷേ എന്നെ നീ മണ്ടിയാക്കാൻ നോക്കരുത് കേട്ടോ. ഹലോ ഹലോ, വിഷ്ണു സാർ അല്ലേ? ആ, ഞാൻ അനുപല്ലവിയാ. ആ പറഞ്ഞോ. ഞാനിപ്പോ വരാം. സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞു. എടാ എടാ വിഷ്ണു, വിഷ്ണു, എടാ പോയി. കണ്ടില്ലേ രാഘവേട്ട, ഞാൻ ചോദിച്ചത് ഇന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മോന്റെ നെട്ടോട്ട് കണ്ടില്ലേ? പണം നഷ്ടപ്പെട്ടു. അത് അവൻ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുക. ഹൈദ്രോസ് പണം കൊടുത്തതേ 2 തവണയായിട്ടാ. 2 തവണ. അത് അയാൾ എന്നോട് പറയുകയും ചെയ്തു. ഒരാളുടെ കയ്യിൽ നിന്ന് 2 തവണ പണം നഷ്ടപ്പെടുവോ? പണമല്ലേ എന്റെ ഭാമേ. ആവശ്യം വന്ന ആദർശങ്ങളും മാമൂലുകളൊക്കെ നോക്കി നിൽക്കാൻ പറ്റുമോ? ചിലപ്പോ എടുത്ത് ചെലവാക്കി കാണും. അങ്ങനെയാണെങ്കിൽ അത് എന്നോട് അവൻ പറയണ്ടേ? രാഘവേട്ട, ഈ ബിസിനസിന് ആദ്യം വേണ്ടത് വിശ്വാസം, അല്ലാതെ വഞ്ചനയല്ല. ഈ വിശ്വാസവും വഞ്ചനയൊക്കെ അവിടെ നിൽക്കട്ടെ. അതിലുപരിയേ നീ അമ്മയും അവൻ നിന്റെ മകനുമാ. ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാ അവൻ പണം എടുത്തേക്കുന്നേ. രാഘവേട്ടെ, അവനെ ന്യായീകരിക്കൊന്നും വേണ്ട. ഇതെല്ലാം അവന്റെ അടവാ. അവൻ പണം മറിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാ അവനിപ്പോ ഫോൺ വന്നതും വെപ്രാളപ്പെട്ട് ഓടിപ്പോയതും. ഞാൻ ചോദിക്കുന്ന ഇതാ രാഘവേട്ട, എന്തിനാ അവനിങ്ങനെ കള്ളം പറയുന്നത്? അല്ല, ഇത്രയും പണത്തിന്റെ ആവശ്യം അവനെന്താ? എനിക്കതാ മനസ്സിലാവാത്തത്. രാഘവേട്ട, എനിക്ക് എന്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോണം. അതിന് ആദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള കണക്കാ. എനിക്കത് കിട്ടണം. അത് മകനായാലും കൊള്ളാം, അച്ഛനായാലും കൊള്ളാം. അത് ശരി, കേട്ടിലൂടെ പിള്ളേ. ചുമ്മാ ഇരിക്കുന്ന എന്നെ കണക്കിപ്പെടുത്തേക്കുക. അതെന്ത് കാര്യത്തിനാണോ ആവോ? എല്ലാം കണക്കാ, ഒരു വക കണക്ക്.